CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കിയത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഘേഷാണ് പുറത്താക്കിയ വിവരം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. പാർട്ടിയെ വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത്. പാർട്ടി ശത്രുക്കളുടെ കോടാലിയാക്കൈയായി മാറിയെന്ന് KK രാഘേഷ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ വീണ്ടും ആരോപിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോൺ നൽകിയ അഭിമുഖത്തോടെ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയെന്നും രാഘേഷ് കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട അഭിമുഖത്തിന് സമയം തെരഞ്ഞെടുത്തു. 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് വീണ്ടും ആരോപിച്ചത്. TI മധുസൂദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹം പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനത്തിന്റെ ഭാരവാഹിയല്ല. എന്നിട്ടും ഭൂമി ഇടപാടിൽ ലക്ഷ്യം വെച്ചു. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ശാസിച്ചത്. മധുസൂദനനെ മനഃപൂർവ്വം താറടിക്കാനുള്ള ശ്രമം എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളത്. അത് കുഞ്ഞികൃഷ്ണനും അംഗീകരിച്ചതാണ്. വാർത്ത ചോർച്ച സംബന്ധിച്ച പാർട്ടിക്ക് കൃത്യമായ തെളിവുണ്ട്. മധുസൂദനനെ മനഃപൂർവ്വം താറടിക്കാനുള്ള ശ്രമം എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളത്. അത് കുഞ്ഞികൃഷ്ണനും അംഗീകരിച്ചതാണ്. വാർത്ത ചോർച്ച സംബന്ധിച്ച പാർട്ടിക്ക് കൃത്യമായ തെളിവുണ്ട്. വാർത്ത ചോർത്തി എന്ന കുറ്റസമ്മതം കുഞ്ഞികൃഷ്ണന്റെ വാക്കിൽ തന്നെ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് എന്ന പദത്തിന്റെ പരിസരത്ത് നിൽക്കാൻ പറ്റുന്ന പണിയാണോ ഇത്? മധുവിനോടുള്ള പകയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കാൻ കാരണം. വൈര്യനിര്യാതന ബുദ്ധിയോടെയാണ് കുഞ്ഞികൃഷ്ണൻ പ്രവർത്തിക്കുന്നത്. റെസീറ്റ് അടിച്ചാൽ അക്ഷരത്തെറ്റുണ്ടായി. 6 ബുക്കുകളിൽ പിശകുണ്ടായി. അത് നശിപ്പിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി. എന്നാൽ ഈ റെസീപ്റ്റ് ഉപയോഗിച്ച പണം പിരിച്ചത് മധുസൂദനനല്ല. ചില ബുക്കുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നും KK രാഘേഷ് സമ്മതിച്ചു. കുടുംബത്തെ സഹായിക്കുക, വീട് വെച്ച് നൽകുക, കേസുകൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് ഉണ്ടാക്കിയത്. ഇതിലൊന്നും പാർട്ടിക്ക് ധനം നഷ്ടപ്പെട്ടിട്ടില്ല. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതിൽ 4 വർഷം താമസമുണ്ടായി. ഇതിൽ പാർട്ടി നടപടി എടുത്തുവെന്നാണ് KK രാഘേഷിന്റെ വിശദീകരണം. ഫണ്ടിനെ കുറിച്ചുള്ള ചെലവുകൾ പുറത്തുവിട്ടില്ലെന്നും KK രാഘേഷ് പറഞ്ഞു. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ 1 കോടിയിലധികം രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് ഉയർന്ന ആരോപണം. രക്തസാക്ഷി ഫണ്ട്, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, 2021 തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പയ്യന്നൂർ MLA TI മധുസൂദനന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക അപഹരണം നടന്നെന്നായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നു. 2016 ജൂലൈ 11 കൊല്ലപ്പെട്ട ധനരാജന്റെ പേരിൽ പിരിച്ച ഫണ്ട് ചെലവഴിക്കുന്നതിലും വരവ് കാണിക്കുന്നതിലും കൃത്രിമം കാണിച്ചതടക്കമുള്ള ആരോപണങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. പാർട്ടിയിൽ പലതവണ പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് പരസ്യമായി താൻ പറയാൻ തയ്യാറായതെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. പ്രതീക്ഷിച്ച നടപടിയാണെന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. 50 വർഷത്തിലധികമായി പാർട്ടിയോടൊപ്പമുള്ള നേതാവാണ് 74-കാരനായ കുഞ്ഞികൃഷ്ണൻ. ഈ പടിയടച്ച് പിണ്ടം വെച്ച വാർത്തയറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നടപടി ഉണ്ടായത്. ഇനി ഞാൻ ഇതേ വർത്തമാനം അല്ലെങ്കിൽ ഇതേ ഇന്റർവ്യൂ തന്നെ ഞാൻ കൈരളി TVയിലാണ് കൊടുത്തിരുന്നെങ്കിൽ അവർ അതും പറഞ്ഞ് എന്നെ പുറത്താക്കുമായിരുന്നു. പുറത്താക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അത് ഏത് വിധേനയും ഉടൻ തന്നെ പുറത്താക്കിയിരിക്കും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് താനെന്നും കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. 24 വയസ്സ് മുതൽ പാർട്ടി അംഗത്വമെടുത്ത അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗമായത്. പയ്യന്നൂരിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടിയുടെ സമയത്താണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയത്. ഇതോടെ പ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിന്ന അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങി തിരിച്ചെത്തുകയും ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവാവുകയും ചെയ്തു. കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗമാവുകയും ചെയ്തു. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിക്കൊണ്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഘേഷ് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ നിറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ വിനു വി ജോൺ നൽകിയ അഭിമുഖം തന്നെയാണ്. CPM വിലക്കേർപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകനാണ് വിനു വി ജോൺ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള ചാനലിൽ വിനുവിനെ പോലെയുള്ള ആൾക്ക് എന്തിനാണ് വി കുഞ്ഞികൃഷ്ണൻ അഭിമുഖം നൽകിയത് എന്നാണ് KK രാഘേഷ് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. എന്തായാലും ആ ചോദ്യത്തിന്റെ ഉത്തരം വി കുഞ്ഞികൃഷ്ണൻ എതിരാളികളുടെ കോടാലിക്കൈയായി മാറി. BJP സംസ്ഥാന അധ്യക്ഷന്റെ ചാനലിൽ അഭിമുഖം വന്നത് യാദൃച്ഛികമായി പാർട്ടി കാണുന്നില്ല. അജണ്ട സെറ്റ് ചെയ്ത് വന്ന അഭിമുഖമാണെന്നാണ് രാഘേഷ് വാദിച്ചത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിക്കൂടാ എന്ന അവസ്ഥയിലാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഉള്ളതെന്ന് KK രാഘേഷ് പറയുന്നു.
TI മധുസൂദനൻ MLA കുഞ്ഞികൃഷ്ണൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നും MLAയുടെ സ്വീകാര്യതയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും KK രാഗേഷ് ആവർത്തിച്ചു. KK രാഗേഷിന്റെയും കുഞ്ഞികൃഷ്ണന്റെയും പ്രതികരണങ്ങൾ കേൾക്കാം. ധനരാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFIയുടെ മേഖലാ സെക്രട്ടറി എന്ന രീതിയിലും ബ്ലോക്ക് കമ്മിറ്റി അംഗമെന്ന രീതിയിലും പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിലുമെല്ലാം ദീർഘകാലം പ്രവർത്തിച്ചിട്ടൊരു സഖാവാണ്. നാട്ടിലെ മുഴുവൻ ആളുകളെയും, നാട്ടിലെ മാത്രമല്ല മറ്റ് പ്രദേശത്തെ സുഹൃത്തുക്കളെ അടക്കം സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും തൻ്റെ ഒരു സാമ്പത്തിക ശേഷി പോലും നോക്കാതെ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയിട്ട് പോലും സഹായിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സഖാവാണ് ധനരാജ് എന്നത് പയ്യന്നൂരിലെയും ആ പ്രദേശത്തെയും ജനങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സഖാവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിൻ്റെ സംരക്ഷണം, കേസ്, അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഫണ്ട് പിരിച്ചപ്പോൾ അതിൽ പോലും കൃത്രിമം നടത്താൻ സന്നദ്ധമായി എന്നതാണ് എന്നെ ഏറെ പ്രയാസപ്പെടുത്തിയ ഒരു കാര്യം. 2022 ഈ കണക്ക് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ, ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി ഏരിയ കമ്മിറ്റിയിൽ വിശദീകരിച്ചപ്പോൾ എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ച ആ കമ്മിറ്റിയിൽ അവസാനമായി ഞാൻ ജില്ലാ നേതൃത്വത്തോട് ചോദിച്ചു, ധനരാജിൻ്റെ വീടിന് എത്രയാണ് ചെലവാക്കിയത്? 29.4 ലക്ഷത്തിൻ്റെ ഒരു കണക്കുണ്ട്, 30 ലക്ഷത്തിൻ്റെ ഒരു കണക്കുണ്ട്, 34.4 ലക്ഷത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഇതിലേതാണ് ശരി? ഒരു വീട് നിർമ്മാണത്തിന് 3 കണക്കുണ്ടാവില്ലല്ലോ ചെലവിന്, ഒറ്റ കണക്കല്ലേ ഉണ്ടാകൂ. പക്ഷേ ഇതിൽ 3 കണക്കാണ്. ഒരാൾ പറയുന്നു 34.4 ലക്ഷം ചെലവഴിച്ചു, ഒരാൾ പറയുന്നു 30 ലക്ഷം ചെലവഴിച്ചു. ഞാൻ കണക്കുകൾ പരിശോധിച്ചപ്പോൾ 29.4 ലക്ഷം രൂപയാണ് അതിനു വേണ്ടി ചെലവഴിച്ചത്. അപ്പോൾ ഇതിലേതാണ് ശരി എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരം ആ കമ്മിറ്റിയിൽ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇന്നേ വരെ അതിനുത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. നാളെ പാർട്ടി മെമ്പർമാരോട് ചിലപ്പോൾ പറയുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അത് നമുക്ക് ആ സമയത്ത് പരിശോധിക്കാം എന്നാണ് അതേക്കുറിച്ച് സൂചിപ്പിക്കാൻ. ഏഷ്യാനെറ്റ് ന്യൂസിന് അഭിമുഖം നൽകിയതിനെ കുറിച്ചാണ് പ്രധാനമായും ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. കൈരളി ചാനൽ എൻ്റെ അഭിമുഖം സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ, സംപ്രേഷണം ചെയ്യുമായിരുന്നുവെങ്കിൽ കൊടുക്കുന്നതിന് ഒരു മടിയും എനിക്കില്ലായിരുന്നു. അത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഏഷ്യാനെറ്റല്ല മറ്റേതൊരു ചാനലിന് അഭിമുഖം നൽകിയാലും, കൈരളി ഒഴികെ മറ്റേതൊരു ചാനലിന് അഭിമുഖം നൽകിയാലും ഇത് തന്നെയാണ് പറയുക എന്നതാണ് എൻ്റെ അഭിപ്രായം. ഏഷ്യാനെറ്റിന് അഭിമുഖം നൽകാനുള്ള ഒരു കാരണം നേരത്തെ ചാനലുകളുമായി ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. 4 വർഷം മുമ്പ് ഈ ഫണ്ട് വിവാദം ഉയർന്നു വന്നപ്പോൾ ഏഷ്യാനെറ്റിനെതിരായി മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പയ്യന്നൂരിലെ ജനങ്ങളോട് പറഞ്ഞയാളാണ് TI മധുസൂദനും അദ്ദേഹം ചുമതലപ്പെടുത്തിയ അഡ്വക്കേറ്റ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഏഷ്യാനെറ്റിനും TI മധുസൂദനും മാത്രമേ പറയാൻ സാധിക്കൂ. അപ്പം അതുകൊണ്ട് ഏഷ്യാനെറ്റിലൂടെ അതിൻ്റെ സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുക എന്നത് കൂടി ഏഷ്യാനെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഉദ്ദേശമായിരുന്നു. ഞാൻ വിനുവിനോട് ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും വിനു അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 വർഷത്തിനിടയിൽ ഒരു കേസും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യാനെറ്റിനെതിരെ ഉണ്ടായിട്ടില്ല എന്നാണ് വിനു ആ അഭിമുഖത്തിൽ സൂചിപ്പിച്ചത്. അപ്പം അതുകൂടി എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പാർട്ടിക്കകത്ത് സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനുള്ളതാണ്. ഈ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമായാലും പല റിപ്പോർട്ടുകളായാലും അതെല്ലാം സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയല്ല ഉണ്ടായിട്ടുള്ളത്
ഇപ്പോൾ മാധ്യമങ്ങളോടോ ജനങ്ങളോടോ കണക്ക് പറയേണ്ടതില്ല എന്ന് രാകേഷ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, നാളെ പയ്യന്നൂർ ഏരിയയിലെ എല്ലാ ലോക്കലുകളിലും പാർട്ടി മെമ്പർമാരുടെ ജനറൽ ബോഡി യോഗം നടത്താൻ പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ ജനറൽ ബോഡി യോഗങ്ങളിൽ അവർ വിശദീകരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മെമ്പർമാർക്ക് സംശയമുന്നയിക്കാൻ അവസരം നൽകുമോ എന്നെനിക്കറിയില്ല. ആ പാർട്ടി മെമ്പർമാരുടെ മുന്നിലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യം വിശദീകരിക്കാൻ നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. അതിന് തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള ഞാൻ പൊതു നിലപാടിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയാണോ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ പിന്തുടരുന്നത്? അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയാണോ അദ്ദേഹം ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വം? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രീതി ലംഘിക്കുമ്പോൾ അതോടുകൂടി ഏഷ്യാനെറ്റിന് അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ആളായിട്ട് മാറുകയാണ്. അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഗുരുതരമായ തെറ്റ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ഘട്ടത്തിൽ പോലും പാർട്ടിയോടൊപ്പം തെറ്റ് തിരുത്തി പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴ് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്ന, പാർട്ടിയെ വഞ്ചിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതിനെ നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ വി കുഞ്ഞികൃഷ്ണനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ, പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളെ ചെറുത്തു പരാജയപ്പെടുത്തും.